ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഹമ്മദാബാദ് മെത്രാസനത്തിലെ ബഹുമാന്യരായ വൈദികരെ, ബഹുമാന്യരായ അൽമായ നേതൃത്വമേ, പ്രിയ വിശ്വാസ സമൂഹമേ, ഏവർക്കും ദൈവ തിരുനാമത്തിൽ സ്നേഹവന്ദനം. അതുപോലെ തന്നെ എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ ആശംസകളും ഈ അവസരത്തിൽ നേരുകയാണ്. കർത്താവിൽ പ്രിയരെ, ഈ വർഷം നാം കുടുംബാരാധനാ വർഷമായി ആചരിക്കുകയാണല്ലോ. അതിൽ തന്നെ ജനുവരി മാസം വിവിധ തരത്തിലുള്ളതായ അഡിക്ഷനിൽ അകപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുവാനായി നാം വേർതിരിച്ചിരിക്കുകയാണ്. വിവിധ തരത്തിലുള്ളതായ അഡിക്ഷനിൽ അകപ്പെട്ട് വലയുന്നവരുടെ എണ്ണം ഇന്ന് ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതായ ഒരു കാലഘട്ടമാണ്. ഒരു ദേശത്തെ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തെ ഇല്ലാതെയാക്കുവാൻ ഒരു ആറ്റം ബോംബിന്റെ ആവശ്യകതയൊന്നുമില്ല. ആ സമൂഹത്തിന്റെ വളർന്നു വരുന്നതായ തലമുറയെ ഏതെങ്കിലും തരത്തിൽ ഇല്ലാതാക്കിയാൽ മതി. പ്രിയമുള്ളവരെ, ഇങ്ങനെ നാം ആസക്തിയിൽ അകപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മൂലം അത് ദുരിതം അനുഭവിക്കുന്നവരുടെ ശാന്തിക്കും അതിനെക്കുറിച്ചുള്ളതായ അറിവ് മറ്റുള്ളവർക്ക് ലഭിക്കുന്നതിനും ഇനിയും ആപത്തിൽ പെടാതെ ഇരിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. കർത്താവിൽ പ്രിയരെ, ആധുനിക കാലത്ത് അഡിക്ഷൻ എന്ന് പറയുന്നത് പരമ്പരാഗതമായി നാം കണ്ടുവരുന്ന മയക്കുമരുന്നും മദ്യവും മാത്രമൊന്നുമല്ല. സ്വഭാവ വൈകല്യം തുടങ്ങി ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിലായ ആസക്തി വരെ ഇതിൽ വരികയാണ്. ഈ അഡിക്ഷൻ വ്യക്തികളെയും കുടുംബത്തെയും സമൂഹത്തെയും ബാധിക്കുന്നുണ്ട്. ഈ മയക്കുമരുന്നിലുള്ള സബ്സ്റ്റൻസ് അഡിക്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഡ്രഗ്സ്, പ്രകൃതിദത്തമായി വരുന്നതായ കറുപ്പ്, കഞ്ചാവ് മുതലായ ലഹരി പദാർത്ഥങ്ങളും അതുപോലെ തന്നെ വേദനാ സംഹാരികളായി ഉപയോഗിക്കുന്നതായ ചില മെഡിസിൻസും കൂടാതെ മദ്യം, MDMA പോലെയുള്ളതായ സിന്തറ്റിക് മെഡിസിനും ഇവയൊക്കെയാണ് അതിൽ വരുന്നത്. രണ്ടാമതായിട്ട് നാം കാണുന്നതായ അഡിക്ഷൻ എന്ന് പറയുന്നത് ബിഹേവിയറൽ അഡിക്ഷൻസ് ആണ്. സ്വഭാവത്തിൽ ഉണ്ടാകുന്നതായ വൈകല്യങ്ങൾ, മാറ്റങ്ങൾ. ഉദാഹരണത്തിന് സമൂഹ മാധ്യമങ്ങളുടെ അമിതമായ ഉപയോഗം. ഇത് മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്നതാണ്. ആങ്സൈറ്റി, ഡിപ്രഷൻ, ഫോമോ അഥവാ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് മുതലായവ ഇതുമൂലം ഉണ്ടാവുകയാണ്. അതിൽ തന്നെ ഗെയിമിംഗ് അഡിക്ഷൻ. WHO സാധാരണ ജീവിതത്തെയും സാമൂഹ്യ ബന്ധങ്ങളെയും ബാധിക്കുന്നതായ ഗെയിമിങ്ങിനെ മാനസിക രോഗമായി കണക്കാക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അഡിക്ഷനാണ് സ്ട്രീമിംഗ് അഡിക്ഷൻ അഥവാ സീരീസുകളും TV സീരീസ്, വീഡിയോസ്, വീഡിയോ ഗെയിം ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ കണ്ടുകൊണ്ട് സമയം ചെലവഴിക്കുന്ന കാര്യങ്ങൾ. ഇതുമൂലം തങ്ങളുടെ ആരോഗ്യത്തെയും സമയത്തെയും മനുഷ്യർ നഷ്ടപ്പെടുത്തുകയാണ്. മറ്റൊരു അഡിക്ഷനെ കുറിച്ച് പറയുന്നത് ഓനിയോമാനിയ എന്നാണ്. അത് ഷോപ്പിംഗ് അഡിക്ഷൻ. ഓൺലൈൻ ഷോപ്പിങ്ങും അല്ലാതെ ഉള്ളതായ അഡിക്ഷനും ഷോപ്പിങ്ങും വളരെയധികം അഡിക്ഷനായിട്ടുള്ളതായ പലരെയും കണ്ടുവരുന്നുണ്ട്. മറ്റൊരു അഡിക്ഷനാണ് ഗാംബ്ലിംഗ് അഥവാ ചൂതാട്ടം എന്ന് പറയുന്നത്. ഓൺലൈൻ ഗാംബ്ലിംഗ് ഇന്ന് വളരെയധികം പ്രസിദ്ധി വർദ്ധിച്ചിരിക്കുകയാണ്. പലരുടെയും ജീവിതത്തെ ഈ ഓൺലൈൻ ഗാംബ്ലിംഗ് മൂലം തകരാറിലാക്കുകയും പല കുടുംബങ്ങളായിട്ട് ആത്മഹത്യയിലേക്ക് പോകുന്നതായ കാഴ്ചയും നാം കാണുന്നുണ്ട്. മറ്റൊരു അഡിക്ഷനാണ് ഫുഡ് അഡിക്ഷൻ. പലപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ലെങ്കിലും നമ്മുടെ ഓവർ ഈറ്റിംഗ്, എസ്പെഷ്യലി ജങ്ക് ഫുഡും അതുപോലെ ഹൈ ഷുഗർ കണ്ടന്റ് ആയിട്ടുള്ളത്, ഫാറ്റ് കണ്ടന്റ് ആയിട്ടുള്ളതായ ഭക്ഷണ സാധനങ്ങളെ നമ്മൾ പ്രൊവോക്ക് ചെയ്യുവാനായിട്ട്, നമ്മൾ ഭക്ഷിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായ ആസക്തി ഉണ്ടാകുന്നു. അത് നമ്മുടെ ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതാണ്. മറ്റൊരു രസകരമായ അഡിക്ഷനാണ് എക്സർസൈസ് അഡിക്ഷൻ. തങ്ങളുടെ മസിലും ശരീര സൗന്ദര്യവും ഒക്കെ വർദ്ധിപ്പിക്കുവാനായി എപ്പോഴും അതിൽ തന്നെ ആഗ്രഹിച്ചിരിക്കുന്നതായ ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. പിന്നെ എമർജിംഗ് ആയിട്ടുള്ളതായ മറ്റ് അഡിക്ഷൻസ് ആണ്. പരമ്പരാഗതമായിട്ടുള്ളവയുണ്ടെങ്കിലും പോർണോഗ്രഫി എന്ന് പറയുന്നത് പലരിലും വർദ്ധിച്ചിരിക്കുകയാണ്. അതുമൂലം കുടുംബജീവിതത്തെ പലപ്പോഴും ബാധിക്കുന്നുണ്ട്. വർക്കഹോളിസം. ഇന്ന് ആധുനിക തലമുറയിൽ ഓൺലൈൻ വർക്കും അതുപോലെ തന്നെ IT മേഖലയിലുള്ളവർക്ക് കൂടുതൽ സമയം
കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ കുത്തിയിരുന്ന് വർക്ക് ചെയ്യുന്ന അതിൽ അഡിക്ഷൻ ആയിരിക്കുകയാണ്. അതുമൂലം കുടുംബജീവിതത്തെ വളരെയധികം ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. മറ്റൊരു അഡിക്ഷൻ എന്ന് പറയുന്നത് സ്മാർട്ട് ഫോണിലുള്ളതായ അഡിക്ഷനാണ്. എപ്പോഴും അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക, എപ്പോഴും അതില്ലാതെ നമുക്ക് ജീവിക്കാൻ ഒക്കാത്തതായ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ സാരമായി ബാധിക്കുകയാണ്. മറ്റൊരു അഡിക്ഷൻ എന്ന് പറയുന്നത് കോസ്മെറ്റിക് സർജറി ആൻഡ് ബ്യൂട്ടി പ്രൊസീജിയേഴ്സ് എന്നുള്ളതാണ്. നമ്മുടെ ശരീര സൗന്ദര്യത്തിന് വേണ്ടിയിട്ടുള്ളതായ കോസ്മെറ്റിക്സ് വാങ്ങിക്കുക, കോസ്മെറ്റിക്സ് പ്രൊസീജിയേഴ്സ് നടത്തുക, ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ. ഇതൊക്കെ ആധുനിക കാലത്ത് നാം ഉദ്ദേശിക്കാത്തതായ പല ആസക്തികളുമാണ്. ഇങ്ങനെയുള്ളതായ കാര്യങ്ങളെ അതിജീവിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. ഇത് വ്യക്തി ജീവിതത്തിൽ വലിയ, കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ ശാരീരികമായ ആരോഗ്യത്തെ ബാധിക്കുന്നതായ കാര്യങ്ങളാണ് വിട്ടുമാറാത്ത രോഗങ്ങൾ, കരൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, പ്രമേഹം മുതലായ ജീവിതശൈലി രോഗങ്ങൾ വളരെയധികം വർദ്ധിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒക്കാത്തത് കൊണ്ട് ഡ്രൈവ് ചെയ്യുമ്പോഴും മറ്റും ധാരാളം അപകടങ്ങൾ ഉണ്ടാകുന്നതായ കാര്യവും നാം മനസ്സിലാക്കേണ്ടതാണ്. മെൻ്റൽ ഹെൽത്ത്, മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്നതായ പ്രശ്നങ്ങൾ, ആങ്സൈറ്റി, ഡിപ്രഷൻ, ഈവൻ സൂസൈഡൽ ടെൻഡൻസീസ്, ഓർമ്മക്കുറവ്, ഇവ നമ്മുടെ ശാരീരിക മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്നതായ കാര്യങ്ങളാണ്. സാമൂഹികവും അതുപോലെ തന്നെ സാമ്പത്തികമായ രംഗത്ത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതായ ഒരു സാമ്പത്തികമായ പ്രശ്നങ്ങളും ഇങ്ങനെയുള്ളതായ അഡിക്ഷൻസ് മൂലം ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ കുടുംബജീവിതത്തിൽ കുടുംബ കലഹം, ശിഥിലീകരണങ്ങൾ, മറ്റുള്ളതായ ആളുകളുമായിട്ടുള്ളതായ വ്യക്തിബന്ധങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇവയൊക്കെ ഈ അഡിക്ഷൻസ് ഉണ്ടാക്കുകയും അതുമൂലം കുടുംബജീവിതത്തിൻ്റെ സ്ഥിരത നശിക്കുകയും ചെയ്യുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രൊഡക്ടിവിറ്റി ലോസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് ആവശ്യമില്ലാത്തതായ അല്ലെങ്കിൽ അനാവശ്യമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ സമയം നമ്മുടെ എനർജി യൂസ് ചെയ്യുന്നത് മൂലം നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇല്ലാതെയാവുകയാണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അങ്ങനെ ഉള്ളതായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. പ്രിയമുള്ളവരെ, ഈ മാസം നാം പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ളതായ അഡിക്ഷനിൽ അകപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. അതുമൂലം ദുരിതം അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട്, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ഇനി നമ്മുടെ ഇടയിൽ നിന്ന് ഒരാൾ പോലും ഇങ്ങനെയുള്ളതായ ഒരു ആസക്തിയിലേക്ക് വരാതിരിക്കുവാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഈ വർഷം ഏറ്റവും അനുഗ്രഹകരമായിട്ട് തീരട്ടെ. പുതുവത്സരത്തിൽ ഏറ്റവും പുതിയ ദർശനങ്ങളോടെ, തീരുമാനങ്ങളോടെ മുന്നോട്ട് പോകുവാൻ, ദൈവ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.